കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തന പുസ്തകം 100-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു വഴി നാം രക്ഷ പ്രാപിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ തന്റെ മക്കൾ തന്നോടുകൂടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവ പദ്ധതി വിട്ടുമാറുന്നു. അതുകൊണ്ട് ഏറെ വിത്ത് വിതച്ചിട്ടും കുറച്ചു മാത്രമേ കൊയ്യുവാൻ കഴിയുന്നുള്ളൂ. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും: നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സ്നേഹമുള്ളവരെ, സ്വർഗകവാടം തുറന്ന് അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന ദൈവം മനുഷ്യന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു. മനുഷ്യന്റെ സമയം, അവന്റെ പ്രവൃത്തികൾ, ചിന്തകൾ, അവന്റെ ദശാംശം എല്ലാം ദൈവഹിതത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വ്യക്തമാക്കുന്നു: ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. നാം ഉരുവാകും മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവം, അവിടുത്തെ ഉള്ളം കരത്തിൽ നമ്മെ വരച്ച ഒരു ദൈവം. ആ കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ജീവനാണ്, അങ്ങ് എൻ്റെ ഉയിരാണ്. ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഓ എൻ്റെ യേശുവേ, ഞാൻ അങ്ങയുടെ പക്കലേക്ക് തിരികെ വരുന്നു. കർത്താവേ, എന്നെ അവിടുന്ന് മാറോട് ചേർക്കണമേ. മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഞാനൊരു ഭാഗം മുൻപേ എന്നെ കണ്ടു, ഓ എൻ്റെ യേശുവേ, ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞി ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതനം ഉടയവനേ. ഓ എൻ്റെ യേശുവേ, ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതനം ഉടയവനേ. ഓ എൻ്റെ യേശുവേ, യേശുവേ, മാറാത്ത മിത്രമേ, മാറാത്ത മിത്രമേ. യേശുവേ, ഉയിരിന്റെ ഉയിരാണേ. യേശുവേ, മാറാത്ത മിത്രമേ. യേശുവേ, ഉയിരിന്റെ ഉയിരാണേ. ഓ എൻ്റെ കർത്താവേ, കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടിനെ പോലെ ഞാൻ അലഞ്ഞു, എങ്കിലും എന്നെ കൈവിടാതെ എനിക്കായി കാത്തിരുന്ന എൻ്റെ കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മുറിവുകളാണ് കർത്താവേ അവിടുത്തെ തോളിൽ അവിടുന്ന് വഹിച്ചത്. നല്ലിടയനായി എന്നെ വഴി നടത്തുന്ന കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെ. മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നു. എൻ്റെ യേശുവേ, കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും. മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്ന യേശുവേ, യേശുവേ, മാറാത്ത
കർത്താവേ. യേശുവേ, ഉയിരിന്റെ ഉയിരാണേ. യേശുവേ, മാറാത്ത മിത്രമേ. യേശുവേ, ഉയിരിന്റെ ഉയിരാണേ. എനിക്കായി വാഗ്ദാനം നൽകിയ ദൈവം നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞ് എന്നെ മാറോട് ചേർത്ത ഒരു ദൈവം. കർത്താവെ, അനുഗ്രഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്ന ഈശോ, എന്നെ മാനിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്ന കർത്താവെ, ഞാൻ പരാജിതനാകയില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഓ എൻ്റെ കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ യേശുവെ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചു. ഓ എൻ്റെ തല ഉയർത്തുന്ന തല ഉയർത്തിയും എന്നെ ജയത്തോടെ നടത്തുന്ന കർത്താവേ, മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചു. എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും. യേശുവേ, മാറാത്ത മിത്രമേ. കർത്താവായ യേശുവേ, ഉയിരിന്റെ എൻ്റെ ഉയിരിന്റെ ഉയരായ കർത്താവേ, മാറാത്ത മിത്രമേ. ആമേൻ. ഉയിരിന്റെ ഉയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു. ഹല്ലേലൂയ. ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു. ഓ എൻ്റെ യേശുവേ, ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഹല്ലേലൂയ. ഉള്ളതുപോലറിഞ്ഞി ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതനം ഉടയവൻ. ഓ എൻ്റെ കർത്താവേ, ഉള്ളതുപോലറിഞ്ഞി ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതനം ഉടയവനെ. യേശുവേ, യേശുവേ, എൻ്റെ മാറാത്ത മിത്രമേ, മിത്രമേ. യേശുവേ, എൻ്റെ ഉയിരിന്റെ ഉയിരേ, ഉയിരിന്റെ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ. ഓ യേശുവേ, ഉയരാത്ത മിത്രമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, കുടുംബത്തിലേക്ക് കടന്നു വരണം. യേശുവേ, യേശുവേ, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണം. കർത്താവേ, രോഗാവസ്ഥനായിരിക്കുന്ന മക്കളുടെ രോഗങ്ങൾ നീക്കുവാൻ അവിടുന്ന് കടന്നു വരണം. യഹോവ റാഫിയായി കടന്നു വരണം. സഹായകനായ യേശുവേ, അവിടുന്ന് കടന്നു വരണമേ. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് മഹത്വം. ഇന്ന് ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവ് ശ്രവിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.